ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളുടെയും പ്രഭവ കേന്ദ്രം തന്ത്രി കണ്ഠരര് രാജീവരെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസറും മുൻ IPS ഉദ്യോഗസ്ഥരുമായ വി ഗോപാലകൃഷ്ണൻ തെളിവില്ലാത്തതുകൊണ്ടാണ് താൻ അറസ്റ്റ് ചെയ്യാതിരുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാർ സെക്രട്ടറി ആയിരിക്കെ വലിയ അഴിമതി നടന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി. സുപ്രീം കോടതി ഉത്തരവില്ലാതെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടന്ന് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് തെറ്റെന്നും VS ഗോപാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. UDFന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്ന 2015-2016 കാലത്ത് ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു IPS ഉദ്യോഗസ്ഥനായിരുന്ന വി ഗോപാലകൃഷ്ണൻ. അന്നു മുതലുള്ള തന്ത്രിയുടെ തട്ടിപ്പുകളാണ് ഗോപാലകൃഷ്ണൻ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. ഈ ശബരിമലയിലെ കറപ്ഷൻ തുടങ്ങുന്നത് പ്രഭവ കേന്ദ്രം തന്ത്രിയും ഈ സെക്രട്ടറിയാണ്, ഈ ജയകുമാർ. ഇവർ രണ്ടുപേരുമാണ് അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇവരെ സോപ്പിട്ടാൽ മാത്രമേ ഏത് പ്രസിഡന്റിനും ഏത് മെമ്പറിനും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ചിലർ അഴിമതിക്കാരാണെന്ന് മനസ്സിലാവും, പ്രത്യേകിച്ച് ഞങ്ങൾ വിജിലൻസുകാരാണ്. മനസ്സിലാവുമ്പം നമുക്ക് തെളിവ് വേണ്ടേ? ചുമ്മാ തന്നെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് ചാടി പിടിക്കാൻ പറ്റുമോ? നമ്മുടെ പണി പോവില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു തെളിവ് നമുക്ക് കിട്ടിയില്ല. അയാൾ അത്ര ബുദ്ധിമാനാണ്. അഴിമതിയുടെ പ്രധാന കണ്ണി മുൻ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ VS ജയകുമാറാണെന്നും ഗോപാലകൃഷ്ണൻ. ഞാൻ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്ത സെൻറ്റൻസ് ഇതാണ്: ദിസ് സെക്രട്ടറി VS ജയകുമാർ creates files in TDB, Travancore Devaswam Board, and he himself disposes those files എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അതിൻ്റെ അർത്ഥം അവൻ തന്നെ അവിടെ എല്ലാം ചെയ്യും, അവൻ തന്നെ ലേലം ചെയ്യും, അവൻ തന്നെ ബിനാമിയെ വെച്ച് പിടിക്കും, എല്ലാത്തിൻ്റെ നേതൃത്വമാണ്. പിന്നെ എനിക്കറിഞ്ഞൂടാ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടോ, അദ്ദേഹം ദേവസ്വം മിനിസ്റ്റർ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടന്ന് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് തെറ്റാണ്. സുപ്രീം കോടതി വിധിയിലൂടെ അല്ലാതെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് മറികടക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം അതിൻ്റെ ബേസിലാണ് ദേവസ്വം മാനുവൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ ഡിസിഷനാണ് ഈ തന്ത്രിക്ക് അങ്ങനെ വീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഓർഡർ. ആ ഡിസിഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും SLP സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി ഒരു സംഗതി പറഞ്ഞാലല്ല, ഒരു ഓർഡർ ഇറക്കിയാൽ അത് നിയമമാവും. വാജിവാഹനം കൈക്കലാക്കിയത് വഴി വൻ അഴിമതിയാണ് തന്ത്രി നടത്തിയിട്ടുണ്ടാവുക. യഥാർത്ഥ വാജിവാഹനം തന്നെയാണോ ഇപ്പോഴുള്ളതെന്ന് പരിശോധിക്കണമെന്നും ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.